നിലവിൽ റഡാർ സംഘത്തിന്റെ പരിശോധനയ്ക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ടുണ്ട്. അല്പസമയം മുമ്പ് നല്ല മഴയൊക്കെ പെയ്തിരുന്നു. ഏതായാലും ഇപ്പോഴും പരിശോധന, മണ്ണ് മാറ്റിയുള്ള പരിശോധന അവിടെ തുടരുന്നുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. റഡാർ സംഘം അല്പസമയം മുൻപ് പുറത്തേക്ക് പോയിരുന്നു. ഏതായാലും ഇന്ന് രാവിലെ നടത്തിയ ഏതാണ്ട് ഒരു 4-5 മണിക്കൂർ രാവിലെ റഡാർ വെച്ചുകൊണ്ട് പരിശോധിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിൽ ചില സിഗ്നലുകൾ ലഭിച്ചിരുന്നു. പക്ഷെ അത് ലോറിയുടേതാണ് എന്ന് സ്ഥിരീകരിക്കുന്ന തെളിവുകളൊന്നും ഇതുവരെ ലഭിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് ഈ റഡാർ എന്നുള്ളത് 2.5 മീറ്റർ ആഴത്തിലേക്ക് മാത്രം കുഴിച്ചു നോക്കാൻ ശേഷിയുള്ള, അതായത് കുറച്ച് സമതലമായിട്ടുള്ള പ്രതലത്തിൽ നോക്കാൻ പറ്റിയ റഡാറാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതിനാൽ തന്നെ ആദ്യം ഇതിനിടയിൽ, ഈ മണ്ണിനിടയിൽ പാറക്കൂട്ടങ്ങളും കല്ലുകളൊക്കെ ഉണ്ട്. അതൊക്കെ മാറ്റിയ ശേഷം ആണ് ഇത് കുഴിച്ചുകൊണ്ടുള്ള പരിശോധനകളൊക്കെ നടത്തുന്നത്. അതിൻ്റെതായിട്ടുള്ള കാലതാമസവും അതിന് ഉണ്ട് താനും. മറ്റൊരു കാര്യം, അതീവ ദുഷ്കരമാണ് അവിടുത്തെ രക്ഷാപ്രവർത്തനം എന്നുള്ള കാര്യം. പ്രത്യേകിച്ച് 1 കിലോമീറ്റർ ദൂരത്തൊക്കെ കുന്ന് പൂർണ്ണമായും ഇടിഞ്ഞ് റോഡിന്റെ ഒരു വശം പൂർണ്ണമായും ഒരു ചെറിയൊരു കുന്ന് രൂപപ്പെട്ടിരുന്നു. മറുവശത്തുള്ള റോഡിന്റെ 4 വരി പാതയുടെ മറുവശത്തുള്ള ഭാഗമാണ് ഇപ്പോൾ ക്ലിയർ ചെയ്ത് കുറച്ചെങ്കിലും ഗതാഗതം സാധ്യമാക്കിയിരിക്കുന്നത്. ഈ വശത്തുള്ള ഗതാഗതം ഇതുവരെ ഈ ഇടിഞ്ഞ ഭാഗത്തോട് ചേർന്നുള്ള മണ്ണ് ഇതുവരെ നീക്കാനുമായിട്ടില്ല. ഏതാണ്ട് ഒരു 8 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഒരേ സമയം അവിടെ പ്രവർത്തിക്കുന്നുമുണ്ട്. അതുപോലെ 3 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് എന്നുള്ളതാണ് കാർവാർ SP രാവിലെ പറഞ്ഞത്. ഈ പുഴയിൽ ഏതെങ്കിലും തരത്തിൽ ആളുകൾ പെട്ടിട്ടുണ്ടോ എന്നുള്ള അന്വേഷിക്കുന്നതിന് വേണ്ടി, തിരക്കുന്നതിന് വേണ്ടി നേവിയുടെ പരിശോധന